ഇതിനിടെ ഇവൾ ഒരു കുട്ടിയുടെ ബാക്കിലായി ഒരു സൂചി കയറ്റുകയാണ്. എന്നാൽ അവനോ അവളെ ഓടിച്ചിട്ട് വലുതാകുമ്പോൾ അവളെ വിവാഹം കഴിക്കുമെന്ന് പറയുന്നു. അവളും അത് അത്ര വലിയ കാര്യമായിട്ട് തന്നെ എടുത്തില്ല. അവളിപ്പോൾ വളർന്നു വലുതായി ഒരു ഫെയറി ടെയിൽ പോലെ സുന്ദരിയായി. ഒരു ദിവസം അവൻ്റെ അമ്മ അവളെ നേരിൽ കണ്ട് അവരുടെ മകനെ ഉടനെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിച്ചു. അവൻ വളർന്നപ്പോൾ കൂട്ടുകാരുമൊത്ത് എപ്പോഴും പാർട്ടിയിലാണ്. അവൻ്റെ അമ്മയ്ക്ക് ഇനി അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അവൾക്ക് ആ കുടുംബത്തിൽ നിന്ന് സഹായം വേണമെന്നായിരുന്നു. സോ അവൾ ആ വിവാഹത്തിന് സമ്മതിക്കുന്നു. അവനെ കർശനമായി ശിക്ഷിക്കാൻ കഴിയുമെന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ്റെ അമ്മ മടുക്കാതിരിക്കുന്നിടത്ത കാലം അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. ആ ദിവസം തന്നെ അവൻ്റെ അമ്മയിൽ നിന്ന് അവനൊരു കോൾ വരുന്നു. അവനു വേണ്ടി വിവാഹം ഉറപ്പിച്ചെന്ന് അവനോട് പറഞ്ഞു. ദേഷ്യം വന്നവൻ നേരിട്ട് വീട്ടിലേക്ക് പോയി വിവാഹം മുടക്കാനായിട്ട്. എന്നാൽ വീട്ടിലെത്തി അവളെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. അപ്പോഴാണ് ഒരു വൃദ്ധനകത്തേക്ക് ഓടി വന്ന് അവളെ ഭാര്യയെ കൊണ്ടുപോകാനായിട്ട് $3 മില്യൺ നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ അയാൾ അയച്ചത് അവളുടെ രണ്ടാം അമ്മയാണെന്ന് അവൾക്ക് നല്ലോണം അറിയാം. ഇവിടെ ഹീറോ വിവാഹം വേണ്ടെന്ന് വെക്കാൻ വന്നെങ്കിലും മറ്റുള്ളവർ അവളെ ഭീഷണിപ്പെടുത്താനായിട്ട് അനുവദിച്ചില്ല. അവളെ സംരക്ഷിക്കാനായിട്ട് അവൻ അവളുടെ മുന്നിൽ കയറി. അയാൾ അവളെ പിടിച്ചു വലിക്കാൻ നോക്കിയപ്പോൾ അവൾ വേഗം അവനെ പിന്നിലാക്കി അയാളിലേക്ക് ഒരു സൂചി കുത്തിക്കയറ്റി. അവളുടെ മുന്നിൽ അയാൾ നിശ്ചലമായി. അപ്പോഴാണ് അവൾ ആരാണെന്നുള്ള സത്യം ഹീറോ തിരിച്ചറിയുന്നത്. കുട്ടിക്കാലത്ത് അവൻ്റെ പുറകിൽ കുത്തുന്ന അവൾ. എന്നാൽ അവൻ സന്തോഷിച്ചു വരുന്നതിന് മുന്നേ അവൾ ഹീറോയോട് വിവാഹ നിശ്ചയം ക്യാൻസൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, ആദ്യം അവൻ്റെ അമ്മയോട് പറയണമെന്ന് പറഞ്ഞ് കാറിൽ കയറി. ഹീറോയും അവളും അവൻ്റെ വീട്ടിലെത്തി. അമ്മയോട് കാര്യം പറയാനായിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് സെർവൻ്റ് വന്ന് അമ്മയെ വിളിക്കാനായി തുടങ്ങുമ്പോൾ ഹീറോ കണ്ണും കൊണ്ട് അവരോട് പോകാനായി പറഞ്ഞു. അപ്പോഴാണ് മുത്തശ്ശന് വയ്യെന്ന് പറഞ്ഞ് മറ്റൊരു സെർവൻ്റ് എത്തിയത്. എന്നാൽ അതെല്ലാം അമ്മ അവതരിപ്പിച്ച ഒരു രംഗമായിരുന്നു. ഹീറോ ഓടിയെത്തുമ്പോൾ മുത്തശ്ശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നാൽ മുത്തശ്ശൻ അവളെ കണ്ടതും കൂടുതൽ സുഖമായി എന്നും അപ്പോൾ സെർവൻ്റൊക്കെ അവൾ വന്നത് ഭാഗ്യമാണെന്ന് കേട്ട ശേഷം ഹീറോ അവളെ വിവാഹം കഴിക്കാനായി തീരുമാനിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞതും അവൻ ഈ വിവാഹം ഫേക്കാണെന്നും നഷ്ടപരിഹാരമായി $100 മില്യൺ തരാമെന്ന് പറഞ്ഞൊരു പേപ്പർ കൊടുത്തു. എന്നാൽ അതവൾ കീറിക്കളഞ്ഞ് പാർട്ടിയിലൊന്നും വിടില്ല, മറ്റ് സ്ത്രീകളുമായി ഇടപെടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞൊരു നിബന്ധന വെച്ചു. അവനും പേടിച്ച് അനുസരിക്കേണ്ടി വരികയാണ്.